ക്രിസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് പീലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വലിയ പുരുഷാരത്തെ കണ്ടിട്ട് യേശു ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഇവർക്ക് തിന്നുവാൻ അല്ലറിയ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള അപ്പം നമ്മൾ ഇവിടുന്ന് വാങ്ങും. വലിയ ചോദ്യത്തിനാണ്. നമ്മളാണെങ്കിൽ പോലും വളരെ ആശ്ചര്യപ്പെട്ടു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ചോദ്യമാണ്. കാരണം യേശുവിന്റെ കൂടെ നടക്കുന്ന ജനത്തിന്, അത്രയും ജനത്തിന് അപ്പം കൊടുക്കുവാൻ കുറച്ചൊന്നും പോരാ. ഇവരെല്ലാം തീറ്റി പോറ്റണം. 5000 പുരുഷന്മാരുണ്ട്, അവർ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഇവിടെ ആകെ 5 അപ്പവും 2 മീനും ഉള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഇത്രയും പേർക്ക് അങ്ങനെ കൊടുക്കും അല്ലേ? വളരെ ഒരു ചിന്താ വിഷയം തന്നെയത്. അപ്പൊ ദൈവം ചോദിച്ച ചോദ്യങ്ങളിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലേ, ഇവിടെ കർത്താവ് തന്റെ ശിഷ്യനായ പീലിപ്പോസിനോട് അല്ലുയ മേൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം ചോദിക്കുക. അത് അവനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചതാണ്. ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത്. കാരണം ജീവന്റെ അപ്പമായ കർത്താവാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. മാത്രമല്ല, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സാജനത്തെ 40 വർഷം മരുഭൂമിയില് ഒന്നിനും കുറവില്ലാതെ പ്രഭാതത്തിൽ മഞ്ഞ കൊടുത്ത ദൈവം, കാടപ്പക്ഷിയെ കൊടുത്ത് പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത ദൈവം, അവർ ക്ഷീണിച്ചു പോകാതെ ദുഃഖിതരായി മാറാതെ, അവരിൽ ആരും പെട്ടുപോകാതെ വക്തത്വ കനാനിലേക്ക് അവരെ പ്രവേശിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞ പിതാക്കന്മാർക്ക് കൊടുത്ത മഞ്ഞ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ജീവന്റെ അപ്പമായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ കൂടെ വരുന്ന, തന്നെ അനുഗമിക്കുന്ന സകലവർക്കും ഭക്ഷണം കൊടുക്കാൻ തൃപ്തനാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. പീലിപ്പോസിനെ ഒന്ന് പരീക്ഷിക്കാണെന്ന് ചോദിച്ചെങ്കിലും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സകല ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുവാൻ, നമ്മുടെ സകല ആവശ്യങ്ങളും നടത്തി തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും എനിക്കിത് സാധ്യമല്ല എന്ന് പറയില്ല. മനുഷ്യനോട് ചില കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ് നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മാറും. എന്നാൽ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ആമീൻ. യേശുവിനെ അനുഗമിക്കുന്ന സകല പുരുഷാരത്തിനും ആഹാരം കൊടുക്കുവാൻ കഴിവുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവ് അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്തും പരിശുദ്ധാത്മാവ് പറയുന്നത്, നിനക്ക് അസാധ്യമെന്ന് തോന്നിയിരിക്കുന്ന പല കാര്യങ്ങൾക്കകത്തും നീ ദൈവത്തിന് വിഷയത്തെ വിട്ടുകൊടുത്താൽ നിനക്ക് അസാധ്യമായി സാധ്യമാക്കി തന്ന് നിന്നെ തൃപ്തനാക്കി എടുക്കുവാൻ, നിന്നെ തൃപ്തി ഉള്ളവളാക്കി എടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ദൈവമാണ്. പ്രൈസലോ ലേരിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് പീലിപ്പോസിനെ പരീക്ഷിക്കുവാൻ ചോദിച്ചതാണ്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കും കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇത് അവനെ പരീക്ഷിപ്പാൻ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള യേശുവിന് അറിയാം, പക്ഷെ ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ഇന്നും ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും അറിയില്ല. നമ്മുടെ അടുത്ത നിമിഷം, അടുത്ത സെക്കൻഡുകൾ, അടുത്ത മണിക്കൂറുകളുടെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷെ യേശുവിന്റെ നമ്മൾ എന്ത് ചെയ്യാനാണ്, എന്താണ് നമ്മളെ കുറിച്ചെന്നുള്ളതൊക്കെ കർത്താവിന് നന്നമേ അറിയാം. അല്ലേല്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകാതെ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകരുത് പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമെന്ന് വചനം പറയുമ്പോൾ 5 അപ്പവും 2 മീനും അല്ലെങ്കിൽ 5000 പുരുഷന്മാർക്കൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കണമെങ്കിൽ അതിനകത്തെ അത്ഭുതം ചിന്തിക്കണം. അല്ലേയ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അത്രയും പേര് പോറ്റിയത്. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വരം വായിക്കും കാണാൻ കഴിയുന്നത്, അല്ലേലൂയ, നിങ്ങൾക്കൊരു ചിന്താ വിഷയമായിട്ടാണ് ഈ വിഷയം യേശു പഠിപ്പിക്കുന്നത്. അല്ലേലൂയ.
അപ്പം നമ്മൾ എങ്ങനെ ഈ വചനത്തെ ഏറ്റെടുക്കും, എങ്ങനെ ഈ വചനത്തെ ഉൾക്കൊള്ളും, എന്തായിരിക്കും നമ്മുടെ സമീപനം എന്നൊക്കെ ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കടന്നു പോകുന്ന കഷ്ടതയുടെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലെ നീ പലപ്പോഴും പിറുവിറുപ്പുകാരിയായി മാറുമ്പോൾ നീ എന്ത് ചെയ്യാൻ പോകുന്നു, നീ എന്താണ് നീ ഭാവിക്കുന്നതെന്ന് നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലേലുയ ചില സാഹചര്യങ്ങളുടെ നീ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കും ക്രിസ്തു, ലോകത്തിന്റെ ആമൻ രക്ഷകനായിരിക്കുന്ന, ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരായിരിക്കുന്ന, സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവന്റെ അപ്പമായിരിക്കുന്ന യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ നമ്മൾ ആശ്രയിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഫിലിപ്പോസിന്റെ പട്ടണം ബേത്സയിദ എന്നായിരുന്നെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യമൊക്കെ വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ യോഹന്നാന്റെ പുത്രനായിരിക്കുന്ന ശീമോൻ. അത് അവിടെ എഴുതി അമ്മേ പത്രോസിനെ കുറിച്ച് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുന്ന ഭാവിച്ച ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിനെയും പത്രോസിനെയും പട്ടണമായി ബേത്സയിദ നിന്നുള്ളവനായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. 43-44 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഫിലിപ്പോസിനെ കണ്ടപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറയുക. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുക. ഹല്ലേലൂയ. 1:43 യോഹന്നാൻ. അപ്പൊ ഇപ്പോൾ ഫിലിപ്പോസിനോട് യേശു കണക്ക് ചോദിച്ചതിനാൽ ഫിലിപ്പോസ് തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുവാൻ ആരംഭിച്ചു. അപ്പൊ യേശു ഫിലിപ്പോസിനെ വിളിച്ച പോലെ ഇന്നും നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുക. ഇവിടെ യേശുവിന്റെ കൂടെ കൂടുന്നതിനകത്ത് ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇസ്ലാമെന്നോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ പാർസിയെന്നോ വേദിക്കാരനൊന്നും അങ്ങനൊന്നുമില്ല. എല്ലാവരും യേശു വിളിക്കുക. കാരണം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളാരും വേറെ എങ്ങൊന്നും പൊട്ടിമുളച്ച് വന്നതല്ല, നിങ്ങൾ എങ്ങൊന്നും സ്വയമായിട്ട് ഉണ്ടായി വന്നതല്ല, കൂണുണ്ടാകുന്നവരുണ്ടായതൊന്നും അല്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് ആമേൻ സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് എല്ലാവരും ഫിലിപ്പോസിനെ വിളിച്ചതുപോലെ എല്ലാവരും കർത്താവ് വിളിക്കുക. ഇപ്പോൾ ഈ ഫിലിപ്പോസിനാണ് യേശു ചോദിക്കുന്നത്, ഇത്രയും പേർക്ക് നമ്മൾ അവിടെ എങ്ങനെ അപ്പം കൊടുക്കും? അപ്പോൾ ഫിലിപ്പോസ് ഒന്ന് കണക്ക് കൂട്ടാൻ ശ്രമിച്ചു കാണും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനക്കണക്ക് കൂട്ടുന്നത് പോലെ ഒന്ന് കണക്ക് കൂട്ടാൻ ശ്രമിച്ചു കാണും. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മരുഭൂമിയിൽ വന്നിരുന്ന പുരുഷന്മാർ മാത്രം 5000 പേരായിരുന്നു. ഹല്ലേലൂയ. ഇതിൽ അവരുടെ 5000 പേര് പുരുഷന്മാരുടെ സ്ത്രീകളെ കൂട്ടിക്കഴിയുമ്പോൾ 10,000 ആയില്ലേ? ഒരു ഏക ഭാര്യ ഏക ഭർത്താവ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം ഒരു ഭർത്താവ് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, അങ്ങനെ 2 പേര്. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ വെച്ച് കൂട്ടിയാൽ ഏകദേശം 15,000 പേര് വരുമല്ലോ. ഹല്ലേലൂയ. അപ്പൊ 5000 പേർക്ക് 3 ഇഡലി വെച്ച് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പം വെച്ച് കൊടുക്കണമെങ്കിൽ 15,000 അപ്പം വേണമല്ലോ. ഹല്ലേലൂയ. 5000-ന് 3 വെച്ച് കൊടുത്താൽ 15,000 വേണം. ഹല്ലേലൂയ. 15,000 പേർക്ക് അത് കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ 15,000 പേർക്ക് 5,000 പേർക്ക് 5,000 പേർക്ക് 5 അപ്പം വീതിച്ച് കൊടുക്കണമെങ്കിൽ എത്രമാത്രം അപ്പം വേണം? അപ്പം ഒരാൾക്ക് 3 വെച്ച് കൊടുത്താലും 15,000 വേണം. അപ്പൊ അവരുടെ സ്ത്രീകളെ കുട്ടിയെയും കൂടെ ചേർത്ത് പിടിച്ചു നോക്കി. 15,000 പേര്. 15,000 പേർക്ക് ഒരു 3 അപ്പം വെച്ച് കൊടുക്കണമെങ്കിൽ, ഹല്ലേലൂയ, 3 അപ്പം വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര വേണം? ഹല്ലേലൂയ. 15 3 45,000 അപ്പം വേണം. ഇന്നത്തെ കണക്കിട്ടല്ലേ, അല്ലെങ്കിൽ അപ്പം 45,000 വേണം. ഈ 45,000, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ അപ്പം അല്ലെങ്കിൽ ഇഡലി വാങ്ങുന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരെണ്ണത്തിന്റെ വില 10 രൂപ വെച്ച് കൂട്ടിയാൽ 45,000 ഇഡലിക്ക് അല്ലെങ്കിൽ അപ്പത്തിന് എത്ര രൂപ നമ്മൾ കടയിൽ കൊടുക്കണം? പ്രയോജനമോ? അപ്പൊ ഫിലിപ്പോസ് അങ്ങനെ കണക്ക് കൂട്ടി, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. ഹല്ലേലൂയ. 5 പേർ 5 അപ്പം കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, 5,000 പേർ കൊടുത്തവൻ 5,000 പേർക്ക് ഒരു 3 അപ്പം വെച്ച് കൊടുക്കണമെങ്കിൽ 15,000. അപ്പോൾ തന്നെ അവിടെ സ്ത്രീകളെയും കുട്ടികളും 15,000 പേർക്ക് ഹല്ലേലൂയ കൊടുക്കണമെങ്കിൽ എത്ര വേണം? 3 എണ്ണം വെച്ച് 45,000. 45,000-ന് ഒരു 10 രൂപ വെച്ച് കണക്ക് കൂട്ടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് എത്ര രൂപ വേണം? അവരുടെ ആകെപ്പാട് 200 വെള്ളി കാശേ ഉള്ളൂ. 200 വെള്ളി കാശ്. അപ്പൊ അതുകൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല. പിന്നെ എവിടെ നിന്നുണ്ടാകും എന്നൊക്കെ ഈ ഫിലിപ്പോസ് ചിന്തിച്ച് കാണും. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ചില ആവശ്യങ്ങൾ എവിടെ നിന്നുണ്ടാകും, എങ്ങനെ ഉണ്ടാകും?
എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിൽ കണക്ക് കൂട്ടി ചിന്തിച്ച് മനം കലങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആമേൻ, ദൈവസഭയോട് പറയട്ടെ, വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോകും, നിന്റെ കണക്കൂട്ടലെല്ലാം പിഴച്ചു പോകും. അല്ലേരിയ, നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ കണക്കൂട്ടലുകളൊന്നും തെറ്റിപ്പോകത്തില്ല. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നിന്റെ സകല ശൂന്യതകളെയും അവൻ മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചു നോക്കിയാട്ട്, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷി പറവ ജാതികളുടെ കണക്കെടുക്കുവാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും സയന്റിസ്റ്റുകൾക്ക് കഴിയുമോ? ഇല്ല. എത്രയോ കോടിക്കണക്കിന് പക്ഷിപ്പറവ ജാതികൾ, അല്ലെങ്കിൽ ഏതെല്ലാം മോഡൽ, ഏതെല്ലാം രൂപത്തിലാണ് ഈ വേൽക്കാലമായി കഴിയും വിദേശ പക്ഷികൾ എത്രമാണ് നമ്മുടെ പാടങ്ങളിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇതുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയുന്നില്ലേ? അവയൊന്നും സ്വരൂപിക്കുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. പക്ഷെ ഈ പക്ഷിപ്രവജാതികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ കർത്താവില്ലേ? ഹല്ലേലൂയ. അതുപോലെ കാട്ടിലെ മൃഗങ്ങൾ, നാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നവൻ. ഇനി സമുദ്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 800 കോടി ജനം, അതിലധികം, അവർക്ക് ഓരോ ദിവസവും ദൈവം നൽകുന്ന ഭക്ഷണങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാണെന്ന് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 വായിക്കുന്നുണ്ട്. അതെ, നിന്റെ സകല പ്രശ്നങ്ങളിൽ, നിന്റെ കുടുംബത്തിന്റെ സകല സാഹചര്യങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഭാരപ്പെട്ടു പോകരുത്, മനം കലങ്ങി പോകരുത്, സങ്കടപ്പെട്ടു പോകരുത്. നമ്മൾ ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 5000 പുരുഷന്മാരൊക്കെ അവനപ്പം കൊടുത്തു, അവരുടെ സ്ത്രീകൾക്ക് കൊടുത്തു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, പിന്നെ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കൊടുത്തു. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ചെയ്യണം. ഞാനത് എപ്പോഴും വായിക്കും. എനിക്ക് വചനം വായിക്കുന്നത് ഇഷ്ടമാണ്, ഇതിന്റെ പ്രസംഗം കേൾക്കുന്നത് ഇഷ്ടമാണ്, എനിക്ക് പ്രസംഗിക്കുന്നത് ഇഷ്ടമാണ്. കാരണം ഇത് വായിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ തീരും, പ്രസംഗം എൻ്റെ സങ്കടങ്ങൾ തീരും. ഞാൻ എന്തായാലും ചിന്തിക്കാറുണ്ട്, ഇത്ര മഹാനായ, ഇത്ര മഹാത്ഭുതം ചെയ്യുന്ന, അത്ഭുതം മാന്ത്രിയായ ദൈവം എൻ്റെ രക്ഷകനായിട്ടുള്ളപ്പോൾ, എൻ്റെ വീണ്ടെടുക്കുവാനായിട്ടുള്ളപ്പോൾ ഞാൻ എന്തിനു സംശയിക്കുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. എൻ്റെ ഏരിയ അതേപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവിനെ സംശയിക്കരുത്. അവൻ നിന്റെ സകല ആവശ്യങ്ങളും അറിയുന്നവനാ. നിന്റെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങൾ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നിനക്ക് വേണം, എന്തെല്ലാം നിന്റെ മക്കൾക്ക് വേണം, എന്തെല്ലാം നിന്റെ ഭാര്യയ്ക്ക് വേണം, എന്തെല്ലാം നിന്റെ ഭർത്താവിന് വേണം, നിന്റെ മാതാപിതാക്കൾക്ക് എന്തെല്ലാം കൊടുക്കണം, നിനക്ക് എന്തെല്ലാം വേണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ രക്ഷകനായ യേശു കർത്താവ്. അവൻ സകല സൃഷ്ടിയുടെ ആരംഭമാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്ന, യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്തവനൊക്കെ കള്ളനാണെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്ത കള്ളന്മാരുടെ കൂട്ടം ഒരുപാടുണ്ട്, വ്യാജന്മാരുണ്ട് ഒരുപാട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന അനവധി വ്യാജാത്മാക്കളാൽ നിറയപ്പെട്ട, ദുരാത്മാക്കളാൽ നിറയപ്പെട്ട, ദുർഭൂതങ്ങളാൽ നിറയപ്പെട്ട അനവധി ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിനുണ്ടെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളൊരു പോട്ടെ, നമ്മൾക്ക് ഹിന്ദുവിനോ നമ്മൾ മുസ്ലിമിനോ ഒന്നും എടുക്കുന്നില്ല, അല്ലെ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ പാർസി മതക്കാരനോ പാർസി മതക്കാരനോ ഒന്നും അല്ല എടുക്കുന്നത്. ക്രൈസ്തവർ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ക്രൈസ്തവർ പോലും യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാത്ത അനവധി മൂഢന്മാരായിരിക്കുന്ന വിശ്വാസികളുണ്ട്. അവരോട് പറയട്ടെ, നിങ്ങൾ യോഹന്നാന്റെ ലേഖനം വായിക്കണം കേട്ടോ. അപ്പൊ യോഹന്നാന്റെ ലേഖനം വായിച്ചാൽ നിങ്ങളെ വിളിക്കുന്ന നല്ല പേര് കാണാം. മൂഢൻ, ഹല്ലേലൂയ, കള്ളൻ, കൊലപാതകൻ, അങ്ങനെയൊക്കെ അവിടെ ചില ഭാഗങ്ങൾ, ചില പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിനെ നീ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മുഴുവൻ നമുക്ക് അറിയുന്നത്. കല്ലറയ്ക്കകത്ത് മരിച്ച് കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ചിരിക്കുന്ന, മരിച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് പുഴുവരിച്ച് കൃമിയായി, ഇനി ഒരു പ്രതീക്ഷയിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. മാർത്തയും മറിയും കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പൊ യേശു പറഞ്ഞു, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. അവർക്ക് അങ്ങോട്ട് അത്രമേ വിശ്വാസമായില്ലെങ്കിലും അവരുടെ കണ്ണുനീര് കണ്ട കർത്താവ് കല്ലറയ്ക്കൽ ചെന്നു. അല്ലയ്യ, സ്വാമി പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ 4 ദിവസമായി നാറ്റം വെച്ചിരുന്ന ആ ജീവനറ്റുപോയ പുഴുവായ ശരീരം ഇന്ന് ജീവനോടെ പുറത്തു വന്നു. ഇത്ര മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ എന്തെങ്കിലും ഉലകത്തിലെവിടെയും കാണിക്കാൻ കഴിയുമോ? എത്ര മഹാത്ഭുതം പ്രവർത്തിക്കുന്ന മഹാശക്തനായിരിക്കുന്ന ദൈവത്തെ അല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ആ യേശുവിനെ അല്ലേ നമ്മൾ പ്രസംഗിക്കുന്നത്? അത് ഞാനും കർത്താവോട് പറയേണ്ട, കർത്താവേ, മരിച്ച് നാറ്റം വെച്ച ലാസറിനെ പോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യത്തോടെ ഞാൻ കടന്നു പോകുമ്പോൾ ആരെന്നെ സഹായിക്കും, ആരെന്നെ ഹെൽപ്പ് ചെയ്യും, ആരെന്നോട് കൂടെയിരിക്കും, ആരെന്നോട് സംസാരിക്കും, ആരെനിക്ക് സഹായത്തിനായി വരുമെന്ന് ഞാനും ചിന്തിക്കുന്ന വേളകളുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന കർത്താവോടെയും വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശുവിനോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. അല്ലേരിയ. അതുകൊണ്ട് ഞാൻ നിരാശപ്പെടാറില്ല. അല്ലേരിയ. നിരാശകൾ നമ്മൾ പൊതുജനത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും നമ്മുടെ വേദനകളും ആവരാധികളും പരിഭവങ്ങളും ഒന്നും നമ്മൾ പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വളരെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. വളരെ സ്നേഹിച്ചു വളരെയധികം വിശ്വാസ ജീവിതത്തിലേക്ക് വരെന്ന് പറഞ്ഞാൽ ഒരു ഉടുപ്പും ഒരു മുണ്ടും മാത്രമാണ്. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ട് ഉപേക്ഷിക്കുന്ന കാലഘട്ടം, നാട് വിട്ട് ഓടുന്ന സമയത്ത് ആകെപ്പാടെയുള്ളത് എൻ്റെ അപ്പൻ്റെ ഒരു മുണ്ടും എൻ്റെ അനുജൻ്റെ ഒരു ഉടുപ്പുമാണ് ഉള്ളത്. രണ്ടും മാത്രം ഇട്ടുകൊണ്ടാണ് സ്വന്തം നാട് ഉപേക്ഷിച്ച് ഓടുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്തു. അതൊക്കെ എനിക്കുണ്ടായി. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, അടുത്ത സ്ഥിതി എന്താ, ഒന്നും മാറി ഉടുക്കാനില്ല, ഒന്നും മാറിയിടാൻ ഉടുപ്പില്ല. അത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനെ വേണ്ടതുപോലെ അറിയാത്ത ജീവിതം, അല്ലെ കർത്താവിനെ വേണ്ടതുപോലെ വിശ്വസിക്കാൻ അറിയില്ല. അല്ലേരിയ. അത്രമാത്രം ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് അടിമയായി കിടന്ന എൻ്റെ ജീവിതത്തിനകത്ത് യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. അതേ വിശ്വാസം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ പലരും സ്നേഹിച്ചു, പലരും എന്നെ കരുതി, പലരും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലേരിയ. പക്ഷേ സമയം വരുമ്പോൾ ആരും കാണത്തില്ല. അല്ലേരിയ. സമയം വരുമ്പോൾ ആരും കാണാതെ പറഞ്ഞവരെല്ലാം മറന്നു, വാക്കു പറഞ്ഞവരെല്ലാം മാറിപ്പോകും. അല്ലേ, നിന്നെ സഹായിക്കാം, നിന്നെ കരുതാം, നിനക്ക് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞവരെല്ലാം മാറിപ്പോകും. ശ്രോതാവി, ഞാൻ അനുഭവിച്ച എല്ലാവരും കൈവിടും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. എബ്രായ ലേഖനം 13:5. കർത്താവ് പറയാണ്, എല്ലാവരും നിന്നെ കൈവിടാം. അല്ലേരിയ. പക്ഷെ ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. അത് നമ്മുടെ കർത്താവ് കൈവിടില്ല. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ഇതിനൊക്കെ കിട്ടുമെന്ന് മത്തായി 6:33 വായിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അപ്പം മുമ്പേ നമ്മൾ അവന്റെ രാജ്യനീതി അന്വേഷിക്കണം. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൽ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. 112 സംഗതി 8 വാക്യം വചനമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് അങ്ങനെ പറയുന്നതാണ്. പ്രൈസർ. അപ്പൊ എൻ്റെ ആകുലതകളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കഷ്ടങ്ങളിൽ എന്നോട് കൂടെ ഇരുന്നവൻ, അത് മരുഭൂമിയിൽ തന്നെ അനുഗമിക്കുന്ന ജനത്തിന്റെ വിശപ്പ് മാറ്റാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമുള്ള ശിഷ്യന്മാർക്ക് കഴിയില്ല, യേശുവിന് കഴിയും. അത് ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സകല ജനത്തെയും, ഇനിപോട്ടെ ലോകത്തുള്ള സകല ജനത്തെയും തീറ്റിപ്പൂറ്റുന്ന ആരാ? കർത്താവാ. അല്ലേരിയ. ആരും ഒന്നും സ്വന്തമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അല്ലേരിയ. എല്ലാം ദൈവം തരുന്നതാണ്. അല്ലേരി. ഈ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ഉണ്ടോ, അല്ലേരിയ. മാത്രമല്ല നിന്റെ കുടുംബത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ, നീ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല. എന്റേതാണ്, ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പൂർവികന്മാരുടെയാണ്, ഞങ്ങളുടെ ജംഗമ സ്വത്തുക്കളാണ്, ഞങ്ങൾ അധ്വാനിച്ചതാണ്, കെട്ടപ്പെട്ടതാണ്, ഞങ്ങളുടെ വേർപ്പാണ്, ചോരയാണ്, നീരാണ് എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം അതെല്ലാം ദൈവം. അതൊക്കെ നിനക്ക് ചോരയും നീരും പാലും ജംഗമം എല്ലാം തന്നത് ദൈവമാണെന്നേ. അല്ലേലിയ. നമ്മുടെ വേദന അറിയുന്നവനാ, നമ്മുടെ സങ്കടം അറിയുന്നവന്. സഹോദര സഹോദരി, നിന്റെ വേദന അറിയുന്നവൻ, സങ്കടം അറിയുന്നവൻ. എനിക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലും അന്നത്തേക്കുള്ള അരിമേടിച്ച് കഞ്ഞിവെക്കുന്ന വീടുകളുണ്ട്. പണ്ടത്തെ കാലം പോലെ തന്നെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞിട്ട് വരുന്നത് നോക്കിയിരിക്കുന്ന ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർ കൊണ്ടുവരുന്നത് കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച് അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലേലിയ. സ്തോത്രം. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇന്നും എനിക്കും അറിയാം കേട്ടോ. ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ പല വീടുകളിൽ ചെല്ലുമ്പോൾ പലരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ സങ്കടത്തോടെ കേൾക്കാറുണ്ട്. കാരണം കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, വിശക്കുന്ന സഹോദരിമാരെ കണ്ടിട്ടുണ്ട്, വിശക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്.
പ്രായമായി അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ മക്കളെന്താ, രാവിലെ ഇറങ്ങിയിട്ട് മദ്യഷാപ്പിലും ബാറിലും ബീവറേജിലും, പിന്നെ ബാക്കി കിട്ടുന്നതെല്ലാം ലോട്ടറി എടുക്കും. അല്ലെങ്കിൽ ഒരിക്കലും അടിക്കാത്ത ലോട്ടറി, അല്ലെങ്കിൽ എന്നും കുടിക്കുന്ന മദ്യവും. അതാണ് മനുഷ്യന്റെ ഈ ലോകത്തിലെ സുഖമെന്ന് പറയുന്നത്. അല്ലേലൂയ, രക്തം ചെയ്യും. പ്രൈസോ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ യേശുവിലേക്ക് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറും, നിന്റെ സങ്കടം മാറും. അല്ലേ? അപ്പൊ നോക്കി, 15,000 പേർക്ക് 3 ഇഡലി വെച്ച് കൊടുത്താൽ, അല്ലേ, എത്ര ഇഡലി വേണം? പ്രൈസോ. 45,000 വേണ്ടേ? അല്ലേ? സ്തോത്രം. 45,000-ന് അല്ലേ 10 രൂപ വെച്ച് കണക്കൊണ്ട് എത്ര ലക്ഷം രൂപയാകും? അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ വിശ്വാസമുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ആന്ത്രയോസ് എന്ന്. അവിടെ വിശ്വാസമുള്ള ശിഷ്യനുണ്ട്, അവന്റെ പേര് ആന്ത്രയോസ് എന്ന്. ആന്ത്രയോസ് യേശുവിനോട് ഇവിടെ ഒരു ബാലനുണ്ട്, അല്ലെങ്കിൽ അവന്റെ പക്കൽ 5 അപ്പമുണ്ട്. അല്ലെങ്കിൽ ആന്ത്രയോസ് പറയാണ് 6:9, യോഹന്നാൻ 6:9 പറയുന്നു. അല്ലെങ്കിൽ ആമേ സ്തോത്രം, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ത്രയോസ് പറയുക. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ. അപ്പോൾ യേശു എന്താന്ന് പറഞ്ഞു? ആളുകളെ ഇരുത്തുവിൻ. അടുത്ത വാക്യം എന്താണ് പറയുന്നത്? നമ്മൾ വായിച്ചു നോക്കിയിട്ട്, അല്ലേലിയ 10-ാം വാക്യം, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞ് ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5,000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം 12 കൊട്ട, അല്ലെങ്കിൽ ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പൻ തിന്ന് ശേഷിച്ച കഷ്ണം അല്ലെങ്കിൽ അവർ ശേഖരിച്ചു 12 കുട്ടം നിറച്ചെടുത്തു എന്നവിടെ വായിക്കുന്നുണ്ട്. ഇതാണ് അത്ഭുതം. 118-ാം സങ്കീർത്തനം, അതിന്റെ 119-ാം സങ്കീർത്തനം, അല്ലെങ്കിൽ അതിന്റെ 18-ാമത്തെ വാക്യം, 119-ന്റെ 18. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണു തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണാൻ കണ്ണുകളെ തുറക്കണം. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനകത്ത്, ദൈവത്തിന്റെ വചനത്തിനകത്ത് അത്ഭുതമുണ്ടെന്ന്. ഇല്ലൊരു യേശുവിന്റെ പരശുശ്രൂഷ സമയത്ത് കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നോടെ വീഞ്ഞ് പോരാതെ വന്ന് യേശുവിന്റെ അമ്മ അവരോട് വിവരം പറഞ്ഞോട് വീഞ്ഞില്ല. അപ്പൊ യേശു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിലെന്റെ നാഴിക വന്നിട്ടില്ല. അപ്പൊ യേശുവിന്റെ അമ്മ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. യേശു ശിഷ്യന്മാരുടെ പുറത്ത് കിടക്കുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. ശിഷ്യന്മാർ കേട്ട് പുറത്ത് കിടന്ന കൽപാത്രങ്ങൾ എടുത്ത് അതിൽ വെള്ളം കോരി വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വെള്ളം, കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം, അത് കൊണ്ടുവന്ന് അവിടുത്തെ വിരുന്നുകാർ കൊടുത്തപ്പോൾ അവരെ രുചിച്ചു നോക്കിയാറ് ഏറ്റവും ശ്രേഷ്ഠമുള്ള വീഞ്ഞെന്ന് കണ്ടു. അല്ലേലിയ. ഓർത്ത് നോക്കിയ അത്ഭുതമല്ലേ? അത് നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാനാവിലെ കല്യാണ വീടിന്റെ പോരായ്മകളെ നീക്കിത്തന്ന കർത്താവ് നിന്റെ പോരായ്മയെ നീക്കിത്തരും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വചനമാണ്. എങ്കിലും പലർക്കും വിശ്വാസമില്ല. അല്ലേലിയ. അതുകൊണ്ട് എന്ത് ചെയ്തു? പച്ചപ്പുല്ലിൽ ഇരുത്തിയ എല്ലാവരും തിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലിയ. എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അല്ലേലിയ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. അല്ലെ, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള കരുതലാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിക്കണം, മാറി വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം മാറി വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. യേശു നിന്നോട് സംസാരിക്കും. യേശുവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. നീ ആരാണെന്നും യേശു ആരാണെന്നും നിന്റെ സാഹചര്യമെന്നും നിന്റെ പശ്ചാത്തലമെന്തെന്നും നീ എന്തിനെയോർത്ത് വ്യാകുലപ്പെടുന്നു, മനസ്സുകൊണ്ട് ഭാരപ്പെടുന്നു എന്നുള്ളതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നോട് കർത്താവ് സംസാരിക്കും. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനം. അപ്പൊ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അല്ലേലൂയ, സ്തോത്രം, പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വീണ്ടുവോളം കൊടുത്തു. അവർ തിന്ന് തൃപ്തിയായ ശേഷം 5 യവത്തപ്പത്തിൽ ശേഷിച്ച കഷ്ണം അവർ 12 കൊട്ട നിറച്ചിട്ട് നമ്മൾ വായിച്ചല്ലോ. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവിന്റെ നിന്റെ ഭാരതീയ എവിടെ പോയി?
നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു, അവൻ നിന്നെ പുലർത്തും. അല്ലേലിയ. അത് നിന്റെ ഭാരങ്ങൾ നിന്റെ ഭർത്താവിനെ, മാതാവിനെ, അപ്പനെ, അമ്മയെ, ഭാര്യയെ, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ എല്ലാം നീ ദൈവത്തിൽ വെച്ചു കൊടുക്കുക. ഒരു ഭവനമില്ലാതെ നീ ഭാരപ്പെടുക, ഒരു എഴുത്തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുക, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, മക്കളെ പഠിപ്പിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാതെ, നാളെ നേരം എടുത്ത് ആശുപത്രിയിൽ പോകാൻ പൈസയില്ലാതെ, കടക്കാർ വന്ന് കൊടുക്കാൻ മാർഗമില്ലാതെ, അല്ലേലുയ പലതിലും നീ ഭാരപ്പെട്ടിരിക്കുകയല്ലേ, കണ്ണുനീരല്ലേ. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കാം, നിന്നെ പുലർത്തും. സങ്കീർത്തനം 55:22 കിടന്നു, നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന നമ്മൾ ഈ കോടാനുകോടി രൂപയുടെ അധിപനായി കോടീശനാക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്കൊന്നുമില്ലാതെ വരുന്നത്. എല്ലാവരും ചിന്ത കോടീശനാകണമെന്നുള്ളതാണ്. അത് ദൈവം ആക്കുമ്പോൾ ആകട്ടെ, അത് വേണ്ടെന്ന് ഞാൻ പറയും. ദൈവം അങ്ങൊരവസ്ഥ തന്നാൽ, അങ്ങൊരു സാഹചര്യം തന്നാൽ, അന്ന് ആ സമയത്ത്. പക്ഷെ നമ്മൾ ദൈവസനിൽ ഒന്നിനും ദിവ്യാഗ്രഹം കാണിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദിവ്യാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ചിന്തയുണ്ട്. എനിക്ക് പദ്ധതി ദിവ്യാഗ്രഹം ഇല്ല, എങ്കിലും ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, എനിക്ക് ഒരുപാട് ദിവ്യാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ചിന്തയുണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും. ഞാനെന്നെ കർത്താവിനോട് കർത്താവ്, എൻ്റെ ഉള്ളിൽ ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, ദുരാഗ്രഹത്തെ എല്ലാം നീക്കിത്തരണമെന്ന് ദൈവത്തോട് പറയും. എന്ന് പറഞ്ഞാൽ 1 തിമോഥെയോസ് 6:10 വായിക്കും, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്നു പോയെന്നാണ്. അപ്പൊ ദിവ്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ, അത് നമുക്ക് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ വിശ്വാസം വിട്ടുഴുന്നു പോകും. അല്ലേ? അപ്പൊ ഞാനിപ്പോഴും കർത്താവ് ഈ ദിവ്യാഗ്രഹത്തിന്റെ ഉള്ളിൽ വരരുത്. ദിവ്യാഗ്രഹം നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല. ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചാൽ, ദിവ്യാഗ്രഹത്തിന്റെ ഉള്ളിൽ വന്നാൽ, ലോക ഇമ്പങ്ങൾക്കും മോഹങ്ങൾക്കും നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ, എനിക്ക് അവനെ പോലെ ആകണം, അവളെ പോലെ ആകണം, എന്റെ പേര് വലുതാകണം, എന്റെ പേര് പ്രശസ്തിയായി, എന്നെ കുറിച്ച് വരും പറയണം, എന്റെ പേര് ഫ്ലെക്സിൽ വരണം, എന്റെ പേര് നോട്ടീസിൽ വരണം, എന്റെ പേര് പത്രത്തിൽ വരണം, എന്റെ പേര് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയത്തക്ക വിധം എന്നെ കുറിച്ച് സംസാരിക്കണം. അല്ലേലിയ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവസാനം പരാജയമാണ്. നമുക്ക് അങ്ങനെ അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ അങ്ങനെ നമ്മൾ ജീവിക്കണ്ട. നമുക്ക് കർത്താവിനെ മാതൃകയാക്കിയാൽ മതി. യേശു പറഞ്ഞ്, നിങ്ങൾ എന്നെ അനുഗമിക്കാനാ പറയുന്നത്. യേശുവിനെ അനുഗമിക്കുക. അല്ലേലിയ. ആ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ ഒരു ഫ്ലെക്സും ഇല്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് എങ്ങും ഒരു സോഷ്യൽ മീഡിയയും പറഞ്ഞില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ യേശു ഈ ഭൂമി ശുശ്രൂഷിച്ചിരുന്നെങ്കിലോ എന്തല്ല. പക്ഷെ യേശു അല്ല, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് യേശു സഭയ്ക്ക് അധികാരം കൊടുത്തു, സഭയ്ക്ക് വിശുദ്ധന്മാരെ തെരഞ്ഞെടുക്കും, ശിഷ്യന്മാർ ഇത് ഭൂമിയിലേക്ക് തീർച്ചയായിട്ടും ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എവിടെ ഈ ഫ്ലെക്സാ? യേശു ക്രിസ്തു പോലും ചെയ്യാത്തത് നമ്മുടെ ശിഷ്യന്മാരെ സുവിശേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫ്ലെക്സ് അടിച്ചാൽ മാത്രം പോരാ, അവരുടെ മുഖം കാണണം, അവിടെ നിൽക്കുന്ന ഫോഴ്സ്, അവിടെ നിൽക്കുന്ന ഭാവം, അവരുടെ ആ ശൈലൊക്കെ കാണിച്ച് ഫ്ലെക്സ് അടിച്ച് അവർക്ക് അയച്ചു കൊടുക്കണം. അല്ലേലിയ. എങ്കിലേ അവർ പ്രസംഗത്തിന് വരുള്ളൂ. അങ്ങനെയുള്ള ദൈവദാസന്മാരും ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നം വരാതിരുന്നവർ വരെയുണ്ട് പ്രസംഗിക്കാൻ. ഫ്ലെക്സിനകത്ത് തല മാത്രം അവനെ കാണിച്ചു, എന്നെ മുഴുവൻ കാണിച്ചില്ല. നിന്നെയൊക്കെ ആരാ സുവിശേഷീകരണത്തെ വിളിച്ചത്? അല്ലേലിയ. നീ കർത്താവിലേക്ക് പോവാ. അല്ലേലിയ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് തൃപ്തിയാക്കിയ ദൈവം. അല്ലേലിയ. ബാക്കി ശേഷിച്ചത് 12 കൊട്ട നിറച്ചിരുന്ന ദൈവം. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തതിനെ? ഇന്നത്തെ ദൈവസഭയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷയാണ് യേശു ചെയ്തത്. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയത്? നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. നമുക്കെല്ലാം ആഗ്രഹവും അത്യാഗ്രഹവും ദിവ്യാഗ്രഹമായി. അല്ലേലിയ. സ്വതന്ത്രം. പ്രൈസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണത്തില്ലേ? അല്ലേലിയ. ആമീൻ. ദൈവമക്കളൊക്കെ സഞ്ചരിക്കുന്ന കാറ് കണ്ടിട്ടില്ലേ? മേഴ്സിഡസ്. ശരിയ. ആമീൻ. BMW. പിന്നെ ഒരുപാട് വലുതൊക്കെ ഉണ്ടല്ലോ. എനിക്കെല്ലാത്തിനും പേര്, എനിക്ക് ആകെപ്പെടെ 2, 5, 10 കാറുകളൊക്കെ എനിക്കറിയാം. അല്ലേലിയ. അത് പഴയ സാധനമൊക്കെയാണ്. അല്ലാതെ പുതിയൊന്നും എനിക്ക് പേര് പറയാൻ അറിയത്തില്ല, കിട്ടത്തില്ല. കാരണം നമ്മുടെ ദൃഷ്ടി അതിലേക്ക്, കാരണം ദൃഷ്ടി അതിലേക്ക് ഇല്ല. പക്ഷേ ചിലരൊക്കെ ഈ ഇത് കാണും. പണ്ട് തിരുവനന്തപുരത്ത് ദിവസം BMW ഒക്കെ മേടിച്ചിട്ട് സോഷ്യൽ മീഡിയ കൂടെ പ്രചരിപ്പിക്കുന്നത് കണ്ടില്ലേ? അതായത് കേൾക്കുന്നുണ്ട്, ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അഹങ്കരിക്കരുത്. അല്ലേലിയ. നീ മേഴ്സിഡസ് കിടക്കുമ്പോൾ ഒരു സൈക്കിൾ വാങ്ങാൻ മാർഗമില്ലാത്ത ദൈവദാസന്മാരുണ്ട്. നീ BMW നടക്കുമ്പോൾ ഒരു ബൈക്കെങ്കിലും, പഴയ ബൈക്കെങ്കിലും കിട്ടിയാൽ മതി ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുണ്ട് കേട്ടോ.
ഹല്ലേലൂയ. നമ്മൾ താഴണം കേട്ടോ. നമ്മൾ താഴണം. താഴുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹൃദയത്തിനകത്തൊരു താഴ്മ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കുക ദാസരൂപമെടുത്ത് ഈ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താണിച്ച് ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവ് തന്റെ ശുശ്രൂഷ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായി 15:28, 29, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും വായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത വാക്യം എന്താ പറയുക? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ. യേശുവാനാണ് സൗമ്യതയുള്ളവൻ, താഴ്മയുള്ളവൻ. നമ്മളങ്ങനെ ആ അനുഭവത്തിലേക്ക് വരണം. പ്രൈസലോ. ഞാൻ പലപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, അങ്ങനെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ, ഇത്രമാത്രം കരുതല്ലോ. പിതാക്കന്മാർക്ക് മന്ന കൊടുത്ത് മരുഭൂമി നടത്തിയ ദൈവമേ, അവർക്ക് കടപ്പക്ഷയെ കൊടുത്ത ദൈവമേ, അവർക്ക് പാറയപ്പുറം വെള്ളം കൊടുത്ത ദൈവമേ, വാഗ്ദത്ത കനാനിലേക്ക് അവരെ നടത്തിയ ദൈവമേ, പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് അവരെ എത്തിച്ച കർത്താവേ, ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദദുഃഖങ്ങളും ഉണ്ട്. അവരെ നടത്തിയ ദൈവം, മരുഭൂമിയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ ദൈവമേ, അങ്ങ് ജീവന്റെ അപ്പമായി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണണമെന്ന് ഞാൻ കർത്താവോട് പറയാറുണ്ട്. പ്രൈസ്. അതാണ് എൻ്റെ ജീവിതം കേട്ടോ. അതാണ് എൻ്റെ പ്രത്യാശ, അതാണ് എൻ്റെ വിശ്വാസം. യേശുവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുവില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഓർത്തു നോക്കി. അല്ലേ, ചിലർക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ പറയുമ്പോൾ, പക്ഷെ എന്നെ സംബന്ധിച്ച അനുഭവമാണ്. അല്ലേലുയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ശരീരത്തിന് അന്നുള്ള ആഹാരം, മരുന്ന്, അല്ലേലുയ, അതെല്ലാം കർത്താവ് തരും. നിങ്ങളുടെ ശരീരത്തിന് അന്നുള്ള ആഹാരവും നിങ്ങൾക്ക് അന്നു വീടുന്ന മരുന്നും. പ്രൈസ്. മരുന്നെന്ന് പറയുന്നത് അല്ലേലുയ, കടയിൽ നിന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്ന മരുന്നല്ല, ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നല്ല കേട്ടോ. ആമേൻ. അവൻ കർത്താവ് നമുക്ക് തന്നെ ഒരു സുഗന്ധ തൈലമാണ്. അവൻ ഗിലെയാദിന്റെ സുഗന്ധ തൈലമാണ്. അല്ലേലൂയ. അവൻ ഗിലെയാദിന്റെ വൈദ്യൻ, ഗിലെയാദിലെ സുഗന്ധ തൈലം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അപ്പവും മരുന്നും നമുക്ക് തരുവാൻ കർത്താവാണ്. വിശ്വാസത്താൽ. എന്നിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങരുത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലേലൂയ. ഞാൻ മരുന്ന് വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ കർത്താവിനോട് ചോദിക്കുക, അവൻ നിന്റെ സകല സാഹചര്യങ്ങളും അറിയുന്നു. അപ്പൊ നമുക്ക് വേണ്ടുന്ന, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള, നിന്റെ കുടുംബത്തിൽ ആവശ്യമുള്ള സകല ജനങ്ങൾക്കും അവൻ ആഹാരം തരുന്നു. അതുപോലെ തന്നെ നിന്റെ ശരീരത്തിനും നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും അനുദിനം ഭക്ഷണം തരുന്നത് പോലെ, മരുന്നുകൾ തരുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഭക്ഷണം, ദൈവവചനം, ദൈവം നിരന്തരമായി നിനക്ക് തരികയാണ്. ഗിലെയാദിന്റെ സുഗന്ധ തൈലം, ആ ഔഷധവും ദൈവം എല്ലാ ദിവസവും നിനക്ക് വരികയാണ്. അപ്പം ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം. അവൻ ജീവന്റെ അപ്പമാണ്. വചനം ജീവന്റെ അപ്പമാണ്. ഈ വചനമാണല്ലോ ജഡമായി തീർന്നത്. അല്ലേലൂയ. കൃപയും സത്യം നിറഞ്ഞുകൊണ്ടേ വേണ്ടിയിട്ടില്ല. അപ്പം ജീവന്റെ അപ്പമായിരിക്കുന്ന വചനം, ഈ വചനം നമ്മൾ വായിക്കുന്തോറും, ഈ വചനം നമ്മൾ ഭക്ഷിക്കുന്തോറും നമ്മൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസലോ. തളർന്ന് കലങ്ങി മനസ്സ് പതറി ജീവിതം വഴിമുട്ടി മുമ്പോട്ടിനി ഒരു വഴിയുമില്ല, മുമ്പോട്ടെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അതിന്റെ നടുവിലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു. അപ്പൊ എന്നോട് ഒരു ആവശ്യം, എന്റെ പാസ്റ്റർ എല്ലാ വഴി അടഞ്ഞെന്ന് പറഞ്ഞു. എല്ലാ വഴി അടഞ്ഞു, ഇനി ഒരു മാർഗവുമില്ല, എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടി പറഞ്ഞു എല്ലാ വഴി അടഞ്ഞെന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി വഴിയടഞ്ഞു? നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. കണ്ണു തുറന്ന് നോക്ക്. നിങ്ങൾക്ക് മുമ്പ് വിശാലമായ വഴിതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചെങ്കടൽ കരയിൽ വന്നതെന്ന് ഇസ്രായേൽ ജനം പറഞ്ഞു, അയ്യോ വഴിയടഞ്ഞു പോയി, വഴിമുട്ടി, ഇനി മരണം മാത്രമേ പുറകിൽ നിന്ന് ഫറവോനും സൈന്യങ്ങൾ, ഇരുമ്പ് രഥങ്ങൾ, രഥചക്രങ്ങൾ ഉരുണ്ടുവരുന്നു. ഹല്ലേലൂയ. കുതിരക്കുളമ്പടി നാദം കേൾക്കുന്നു, ആരവാരം വരികയാണ്. എന്റെ ചരിത്രമൊക്കെ പറഞ്ഞ 600ഓളം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. 600ഓളം ഇരുമ്പ് രഥങ്ങളും ഈ കുതിരകളും കുതിരക്കുളമ്പടി നാദത്തോടെ സ്വാമി പിന്നിൽ നിന്നും പാഞ്ഞു വരുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ പറഞ്ഞു, വഴി അടഞ്ഞു പോയി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മോശേ, നീ ഞങ്ങളെ എന്തിനാ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്നത്? ഈ ചെങ്കടലിൽ തള്ളിയിട്ട് കൊല്ലാനാണോ? ഹല്ലേലൂയ. എങ്ങനെ ഞങ്ങൾ മറുകര കടക്കും? ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടുന്ന മോശയ്ക്കൊരു കുലുക്കം ഉണ്ടായില്ല. മോശയോട് ദൈവം പറയും, മോശ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? ആ വടിയെടുത്ത് വെള്ളത്തിന്മേൽ അങ്ങ് നീട്ട്, ചെങ്കടലിന്മേൽ നീട്ട്. അങ്ങനെ മോശ തന്റെ കയ്യിൽ വടിയെടുത്ത് വെള്ളത്തിന്മേൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ
ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചു. ഒരു കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടൽ രണ്ടായി. സാധനം മുഴുവനും ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടന്നു കഴിഞ്ഞപ്പോൾ മോശം തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് വീണ്ടും ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ പഴയതുപോലെയായി. സാഹചര്യത്തെ പിന്തുടർന്നു വന്ന അവൻ ഫറവോനും സൈന്യം എന്ത് ചെയ്തു? വെള്ളത്തിനടിയിലായി, ചെങ്കടലടിയിലായി. ഇന്ന് വരെ ഒരു അവശിഷ്ടം പോലും കണ്ടെടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരു അവശിഷ്ടം പോലും കണ്ടെടുത്ത് പലരും പക്ഷേ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ സൗകര്യം ആരും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വഴിയിട്ടെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. നിങ്ങളുടെ മുമ്പിൽ വഴി തുറന്ന് കിടക്കുക. വിശാലമായ വഴി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം. അതുകൊണ്ട് നിങ്ങൾ വഴി അടഞ്ഞു പോയി എന്ന് വിശ്വസിക്കരുത്. നിനക്ക് മുമ്പിൽ വഴി ദൈവം തുറക്കാൻ പോകുകയാണ്. ആ വഴി ദൈവം തുറന്നാൽ നിനക്ക് യേശുവിനെ വിശ്വാസമുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ആ സൗകര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. ആ സൗകര്യം എനിക്കൊരു സമാധാനം കിട്ടി. വാസായി ഞാൻ എന്ത് ചെയ്യണോ അറിയാൻ കഴിയാതെ ഭയപ്പെടിയത് അത് എനിക്കൊരു സമാധാനമായി. അല്ലേ? അതെ, അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന പലരുണ്ട്. ഞാനും അങ്ങനെ പലപ്പോഴും വഴിമുട്ടി നിന്നിട്ടുണ്ട് കേട്ടോ. വഴിമുട്ടി നിന്നിട്ടുണ്ട്. ഞാനിതൊക്കെ പറയും, പക്ഷെ ചിലപ്പം വഴിമുട്ടി നിൽക്കും. അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ വഴിയടയ്ക്കാൻ നീ ആരാ വിചാരിച്ചത് ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്റെ മുമ്പിൽ വഴി അടയുമ്പോൾ ഞാൻ ചോദിക്കും, എന്റെ മുമ്പിൽ നിൽക്കുന്ന വഴി അടയ്ക്കാൻ സാത്താൻ നീ ആരാ? കാരണം യേശുവാണ് എനിക്കൊരു വഴി തുറന്നു തന്നത്. ഈ ലോകത്തിന്റെ പാപത്തിന്റെ സുഖങ്ങളെ, ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങളെ എല്ലാം വിട്ടിട്ട് മകനെ വഴി അതല്ല, ഇതാണ് വഴി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവന്ന് ആ വഴി അടയ്ക്കാൻ സാത്താൻ വരുമ്പോൾ അവനെ കടുത്ത ഭാഷയിൽ ശാസിക്കണം കേട്ടോ. ഞാൻ നിനക്കെന്നെ മുമ്പിൽ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് യേശു തുറന്നതാ. അതെ, നീ വിശ്വസിക്കുക. ദൈവത്തിനെതിരെ നിനക്ക് മുമ്പിൽ വഴി തുറന്ന് യേശുവാണെങ്കിൽ സാത്താൻ അടയ്ക്കാൻ കഴിയത്തില്ല, പിശാചിന് അടയ്ക്കാൻ കഴിയത്തില്ല, ലോകത്തിന് അടയ്ക്കാൻ കഴിയത്തില്ല, ജനത്തിന് അടയ്ക്കാൻ കഴിയത്തില്ല. നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ നിന്റെ ചാച്ചക്കാർക്കോ നിന്റെ അയൽവാസികൾക്കോ നിന്റെ ഉറ്റവർക്കോ ഉടയവർക്കോ നീ സ്നേഹിക്കുന്നവർക്ക് ആർക്കും നിന്റെ മുമ്പിലുള്ള വഴി അടയ്ക്കാൻ കഴിയത്തില്ല. യേശു തുറന്ന വഴിയാണെങ്കിൽ അടയ്ക്കുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വാസമുണ്ടോ? വിശ്വസിക്കാം. അതുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവ് തരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം, ഹല്ലേലൂയ, സ്തോത്രം, പിതാവും നമുക്ക് വേണ്ടി എത്തിക്കുന്നു, സകലതും കരുതുന്നു. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്, മാലാഖയുടെ പുസ്തകം 3:10, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നമ്മെ നിറച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ കിട്ടണമെങ്കിൽ അത്യാഗ്രഹം പാടില്ലെന്ന് പറഞ്ഞത്. കർത്താവ് തരുന്നത് സന്തോഷം, യേശു തരുന്ന സന്തോഷം. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് ഞാൻ സുവിശേഷപ്പെടുന്ന ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു കരുണ കാണിച്ച് എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ നന്ദി പറയും, സ്തോത്രം പറയും. അവർക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുമുണ്ട്. കാരണം ഒരിക്കലും ഞാൻ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രം, ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരിക്കും. അതെൻ്റെ ഒരു എന്റെ വിശ്വാസത്തിൽ വന്ന കാലഘട്ടം ശീലമാണ്. കാരണം ദൈവമല്ലേ എല്ലാം നടത്തുന്നേ. അതുകൊണ്ട് മരുഭൂമിയിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ ദൈവം ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിലെ ശൂന്യയെ മാറ്റാൻ പോവുകയാണ്. ആമി, അത് കേരളത്തിലാണോ? നീ ആമി, ഭാരതത്തിന്റെ ഏതെങ്കിലും സംസ്ഥാനത്ത്, ലോകരാജ്യങ്ങൾ എവിടെയാണ് നീ കഷ്ടം സഹിക്കുന്നത്, വേദനപ്പെടുന്നത്, ജോലിയില്ലാതെ, അല്ലെങ്കിൽ ജോലി സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ, സ്ഥിരമായി ജോലി കിട്ടാതെ, വിദേശത്ത് ജോലിയുള്ള പാസ് കിട്ടാതെ, വിസ കിട്ടാതെ, പാസ്പോർട്ട് കിട്ടാതെ, സാലറി കിട്ടാതെ, നാട്ടിലേക്ക് വിടന്ന് കഴിയാതെ കഷ്ടം സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധം പറയാൻ തോന്നുക, കർത്താവ് നിനക്ക് മുമ്പിൽ വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിച്ചിട്ട് ആമേൻ പറഞ്ഞാട്ട് രക്തം ചെയ്യാൻ. അതെ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി എന്ന ഈ ലോകത്തിൽ ഒറ്റ മന്ത്രിയുള്ള അത്ഭുത മന്ത്രി, അത് യേശു കർത്താവ് മാത്രം. നിങ്ങൾ ചിന്തിച്ചു, ലോകത്തിൽ കേരളത്തിൽ, ഭാരതത്തിൽ എത്രയോ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ലോകസഭയിലും രാജ്യസഭയിലുമായിട്ട് എത്രയോ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭകളിൽ എത്രയോ മന്ത്രിമാർ മാത്രമുണ്ട്. ലോക രാജ്യങ്ങൾ എത്ര മന്ത്രിമാരുണ്ട്. ആരെങ്കിലും അത്ഭുത മന്ത്രി വിളിക്കാൻ പറ്റും? ഒറ്റ വിളിക്കാൻ പറ്റും. എല്ലാം വ്യാജമന്ത്രിമാരാ. അഴിമതി, കൈക്കൂലി, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും എന്ന് വേണ്ട സകല അല്ല അധാർമികമായി പ്രവർത്തി ചെയ്ത് തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും കൂട്ടുനിന്ന മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്ന, കലഹിപ്പിക്കുന്ന, മനുഷ്യന്റെ രക്തം ചുരിക്കുന്ന കസേരക്കളി നടത്ത, കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ മന്ത്രിമാരാ ലോകരാജ്യങ്ങളിലുള്ളത്. അത്ഭുത മന്ത്രിയായില്ല. അത്ഭുത മന്ത്രി നമ്മുടെ യേശു മാത്രമാണ്.
അത്ഭുതം മാത്രം യേശു മാത്രം, അവന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയും. അവൻ ദൈവീയാഗ്രഹങ്ങൾ അധികാരത്തിന്റെ ആ പവറിന് വേണ്ടി ആഗ്രഹിക്കുന്നതിൽ അവൻ അധികാരി തന്നെയാ, രാജാതി രാജാവ് തന്നെയാ. അവൻ അത്ഭുതം മാത്രമേ. ഇന്ന് പോലെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം മാത്രമേ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസലോ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് സ്തോത്രം, പ്രവർത്തിക്കുന്നവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്നാണ് 136 സങ്കീർത്തനം വായിച്ചു തുടങ്ങുമ്പോൾ കാണുന്നത്. ഇനി ഞാൻ ആ വചനം കൂടെ നിങ്ങളെ വായിച്ച് പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ സംഗീതത്തിനകത്ത് 136 സങ്കീർത്തനം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ദൈവമക്കളെ പുസ്തകത്തിലുണ്ട്, ഇത് അറിയത്തില്ലാത്തവരുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്ന് നിങ്ങൾ സംഗീതം എടുക്കാൻ പറഞ്ഞപ്പോൾ സംഗീതത്തിന് അവർക്ക് എവിടാന്ന് പോലും അറിയത്തില്ല. ഒരു വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വേദപുസ്തകം എടുത്തോണ്ട് പോവാ, ഞാൻ പറയുന്ന വാക്കുകളിൽ അവർ പറയും ഞാൻ നിങ്ങളുടെ ബൈബിൾ അല്ല, നിങ്ങളുടെ ബൈബിൾ എടുത്തോണ്ട് പോവാം. അങ്ങനെ ബൈബിൾ എടുത്തോണ്ട് പോകാം. അവരുടെ ബൈബിളാണ് പണ്ട് തൊട്ടേ അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്, എടുത്തോണ്ട് പോകുന്നു. എടുത്തോണ്ട് വന്നെ ചേർത്തിയോടെയും പറഞ്ഞു, ചേച്ചി ഒന്ന് വായിക്കുക, അതെവിടെ കിടക്കുന്ന സംഭവം കയ്യിലുണ്ട്, പക്ഷെ എവിടെ കിടക്കുന്ന അറിയത്തില്ല. മോളേന്റെ കൂട്ടത്തിൽ മോളെ ഒന്ന് വായിച്ച് കണ്ണ് കാണത്തില്ല. അപ്പൊ അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, മോളെ കാണിച്ചു. മോള് കിടന്ന് മുഴുവൻ തിരക്കുക, എവിടെ സംഗീതം അറിയത്തില്ല. ഭയങ്കര 12ാം ക്ലാസ് വരെ പഠിച്ചതാ സൺഡേ സ്കൂള്, പക്ഷെ പറഞ്ഞിട്ട് സംഗീതത്തിന് എവിടാന്ന് അറിയില്ല. പ്രൈസോ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം സംഗീത പുസ്തകം എടുത്തിട്ട് അതിനകത്ത് 136 അധ്യായം എടുക്കണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. പ്രൈസോ. അതെ, ആ ദൈവം നിന്റെ ജീവിതത്തിന് ചില അത്ഭുതം ചെയ്യും കേട്ടോ. പ്രൈസോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ ആമേൻ. ദൈവം നിന്നെ തൃപ്തി വരുത്തുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ തൃപ്തി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സകല വേദനകളും ദൈവം മാറ്റിത്തരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 81 സങ്കീർത്തനം വായിക്കുമ്പോൾ 16 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. അവൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. അതെ, ദൈവം മേത്രമായ ഗോതമ്പ് കൊണ്ട് പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുമെന്ന് ഇവിടെ കർത്താവ് നമ്മൾ പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. ബാക്കി ഒരു വചനം കൂടെ ഞാൻ വായിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നീ യഹോവയിൽ പ്രമോദിക്കും, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ വർണ്ണിച്ചത്. ഇത് നിന്നോടുള്ള ദൂതാകട്ടോ. ലേലിയ നിന്നോടുള്ള ദൂത എന്താണ്? ഞാൻ നിന്നെ നീ യഹോവയെ പ്രമോദിക്കുകയും കർത്താവ് നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനം വെറ്റി ഓടിക്കുമാറാക്കുകയും ഹല്ലേലൂയ നിന്റെ പിതാവായ യാക്കോബിന് അവകാശമായി യാക്കോബിന് അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ സത്യവചനം കേട്ടോ. വചനം സത്യമാണ്. സത്യവേദപുസ്തകം, സത്യവചനം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഹല്ലേലൂയ. എല്ലാം സത്യം യേശു മാത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ട്. എന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും 5 അപ്പം കൊണ്ട് 1000 പുരുഷന്മാരുടെ സ്ത്രീകളെ കുട്ടികളെ തീറ്റി തൃപ്തിയാക്കി ശേഷിച്ച വർഷം 12 കൊട്ടം നിറച്ചെടുത്ത ദൈവമേ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനതയുടെ കരങ്ങളിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, കടക്കടിയിലൂടെ കടന്നു പോകുന്ന പ്രഭാതത്തിൽ എന്തും കടം എങ്ങനെ കൊടുക്കും, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, സ്കൂളിൽ എങ്ങനെ വിടും, ഈ ജീവിതത്തിൽ പലവിധമായ വിഷയങ്ങളെ ഭാരപ്പെടുന്ന, വീടില്ലാതെ തൊട്ട് ഭൂമിയില്ലാതെ അന്ന് ചെത്തി നടപടി നേരിടുന്ന, വിദേശത്ത് കഷ്ടം സഹിക്കുന്ന, വേദനപ്പെടുന്ന, വിദേശത്ത് കടന്നു പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന, പല വാതിൽ കയറിയിറങ്ങിയിട്ടും ഒരു വഴി തുറക്കാതെ സങ്കടപ്പെടുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കും. കാലങ്ങളായി കഷ്ടം സഹിക്കുന്ന, വേദനപ്പെടുന്ന, ഒപ്പരപ്പെടുന്ന, മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന, ഒരു സൗഖ്യമില്ലാതെ ജീവിതത്തിൽ തളർന്ന മനസ്സുമായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ വിടുതൽ കൊടുക്കണമേ. ദൈവമക്കൾ, ദൈവദാസന്മാരെ ലോകമ്പോടെ ദൈവജനങ്ങൾ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ ഏൽപ്പിക്കുകയാണ്. സുവിശേഷം ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ പുറത്തു വരട്ടെ. അവർക്ക് കർത്താവ് ജാമ്യം അനുവദിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വേടത്താളിന്റെ ഭാരപ്പെടുന്ന നിരവധി ക്രൈസ്തവ വിശ്വാസികൾ അവരെ ദൈവം ആശ്വസിയും വഴി നടത്തണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ വിശ്വാസത്തിന് രക്തസാക്ഷികളായി തരുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാം ഒരു ആശ്വാസ സമാധാനം കൊടുക്കണമേ. സകല ഭക്തി കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.